ഞങ്ങൾക്ക് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായിരുന്നു. അച്ഛൻ്റെ ഓഫീസ് വരെ പോവുകയാണ്. എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ ടൊയോട്ടയുടെ ഒരു വണ്ടിയിൽ പുതിയ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നൊരു വീഡിയോ വേണമെന്ന് അച്ഛൻ്റെ സാർ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു മക്കളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാലോ എന്ന്. അപ്പോൾ ആ ഷൂട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഈ കാര്യം അറിഞ്ഞപ്പോൾ മുതലേ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം അവർ പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇനിയിപ്പോൾ പറ്റിയില്ലെങ്കിൽ അച്ഛനും കൂടി ആ നാണക്കേടാവുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ലുലു മോളും കടന്ന് ഞങ്ങൾ ഇപ്പോൾ ടൊയോട്ടയുടെ കഴക്കൂട്ട ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. ടെൻഷൻ അടിച്ച് ഞാൻ അവിടുത്തെ കറങ്ങുന്ന കസേരയിൽ നിന്ന് കറങ്ങുന്നു. അച്ഛനും വീഡിയോ എടുക്കുന്ന ചേട്ടനും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചു തന്നു. താങ്ക് യു അങ്കിൾ. എത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നെങ്കിലും നമ്മൾ മേക്കപ്പിനൊന്നും ഒരു കുറവും വരാൻ പാടില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ടച്ചപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അച്ഛൻ ഷൂട്ടിന് വിളിച്ചു. അള്ളാ പടച്ചോനെ കാത്തോളണേന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. പാവച്ചി ആദ്യം വലിയ കാര്യത്തിൽ അവളും അഭിനയിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ അവിടെ ചെന്ന് കുറെ ആൾക്കാരെ കണ്ടപ്പോൾ അവള് മൂഡ് ഓഫായി അച്ഛൻ്റെ തോളിൽ കയറി. എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം അച്ഛൻ പറഞ്ഞു വീഡിയോ എടുക്കുന്ന ചേട്ടൻ നന്നായിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യും, അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് ചേട്ടൻ സെറ്റായിക്കോളും. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു തന്ന പോലെ ഞാൻ വണ്ടിയുടെ അടുത്തും പുറത്തും അകത്തും ഒക്കെ വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ആ കലാപരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾക്ക് ഓരോ ഫ്രൂട്ട് തന്നു. താങ്ക് യു റിപ്പോർട്ട് ചേട്ടാ. ഇനി ഞാനും അമ്മയും വാവിച്ച് നേരെ ലുലുവിലേക്കാണ്. ഇപ്പൊ സമയം ഏതാണ്ട് 11 മണിയായിട്ടുള്ളൂ. ഇനി വൈകിട്ട് 6 മണിക്ക് അച്ഛൻ വന്ന് പിക്ക് ചെയ്യും വരെ ഞങ്ങൾ ഇതിനകത്താണ്. ഒരുപാട് സമയം ഉള്ളത് കൊണ്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും ഞങ്ങൾ അവിടുത്തെ RRB സ്റ്റുഡിയോ അങ്ങനത്തെ കടകളിലെല്ലാം വെറുതെ കയറി ഇറങ്ങി ആവശ്യമില്ലെങ്കിൽ സാധനങ്ങൾ നോക്കി നടന്നു. അങ്ങനെ ലുലു ഫാഷൻ സ്റ്റോറിലെത്തിയപ്പോൾ ഒരു അങ്ങൾ ചോദിച്ചു അവരുടെ ടോയ് കാറിൽ വാവച്ചി ഒന്ന് ഇരുത്തി ഒരു ഷൂട്ട് എടുക്കാമോന്ന്. അങ്ങനെ അവളും ഒരു ഷൂട്ടിൽ അഭിനയിച്ചിരിക്കുന്നു ഗൈസ്. അവിടെ ടോയ് ബൈക്ക് കണ്ടപ്പോൾ ഞാൻ അതിൽ കയറി ഓടിച്ചു നോക്കി. പക്ഷേ അതാരും ഷൂട്ട് ചെയ്തില്ല ഗൈസ്. ലഞ്ചിന്റെ ടൈം ആയപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് വാങ്ങിച്ച് നേരെ ഫുഡ് കോർട്ടിൽ പോയി. എന്നും റൈസും ബിരിയാണിയും ഒക്കെ അല്ലേ കഴിക്കുന്നത്, ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. ആർക്കാ ചേഞ്ച് ഇഷ്ടമല്ലാത്തത്? ഞാനിപ്പോൾ കഴിക്കുന്ന ഈ കാരമൽ പോപ്കോൺ ബാഗേജ് കൗണ്ടറിൽ ബാഗ് വെക്കാൻ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ആൻഡ് തന്നെയാണ്. വാങ്ങിച്ച ഒരു എക്സ്പെപ്സ് ആണ് വാങ്ങിച്ചത്. ഞങ്ങൾ വാങ്ങിച്ച സാധനത്തിന്റെ പേര് ഓർമ്മയില്ല, പക്ഷെ നല്ല ഫില്ലിംഗ് ആയിരുന്നു, വയറ് നിറഞ്ഞു. പിന്നെ അവിടെ കുറച്ചു നേരം നടന്ന് ഞങ്ങളിതാ ഫണ്ടൂറയിലെത്തി. അമ്മയുടെ സ്ഥിരം ഡയലോഗാണ് അയ്യോ മക്കളെ കാർഡ് എടുക്കാൻ മറന്നു, ഇനി റൈഡ്സിലൊന്നും കളിക്കാൻ പറ്റൂലെന്ന്. ഇതൊക്കെ പറഞ്ഞ നമ്പറാണെന്ന് എനിക്കറിയാം. പാവം വാവിച്ച് കൊച്ചായതുകൊണ്ട് അവള് വിശ്വസിച്ചു. കൂടെ പോയ ഒരു വർഷവും കൂടെ അമ്മയ്ക്ക് ഇതേപോലെ അവളെ പറ്റിക്കാം. അവിടെ വെച്ചൊരു സംഭവം നടന്നു ഗായ്സ്. മറ്റൊരു ഗെയിമില്ലേ, ഒരു കൈ വന്ന് പാവയും ചോക്ലേറ്റും ഒക്കെ പൊക്കിയെടുക്കുന്നത്. ഒരു ഫാമിലി സ്റ്റിക്കേഴ്സ് പൊക്കിയെടുത്തപ്പോൾ അവർക്ക് 2 എണ്ണം കിട്ടി. ഞങ്ങൾ അടുത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് തന്നു. വാവച്ചത് ഈ ക്യാരക്ടറിനെ കണ്ട് പേടിച്ച് അടുത്ത് പോയില്ല. ഞാൻ അടുത്ത് പോയെന്നൊരു ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിരുന്ന സ്നിക്കേഴ്സ് കഴിച്ചു. 6 മണിയായപ്പോൾ അച്ഛൻ ഞങ്ങളെ വന്ന് പിക്ക് ചെയ്തു. ഇത്രയുള്ള ഈ ദിവസത്തെ വിശേഷങ്ങൾ. പക്ഷേ ഈ വീഡിയോ എൻ്റെ ആയിട്ടില്ല. എൻ്റെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അഭിനയിച്ചതൊന്ന് കാണണ്ടേ?